സത്യം പറയാലോ ഗെയ്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ കുഞ്ഞാവയ്ക്കായും കൂടെ ഒന്ന് പുറത്തോട്ട് പോയതാണ് കേട്ടോ. അതും രാത്രി ഡിസംബർ 25. പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ യേശു ക്രിസ്തു. നമ്മൾ പോയി എവിടെയൊക്കെ പോയി നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ശംഖുമുഖത്താണ്. നമ്മളങ്ങനെ ശംഖുമുഖത്തെത്തി. അവിടെ ഭയങ്കര തിരക്ക് കണ്ടിട്ട് ഇക്ക തന്നെ പറഞ്ഞു, വേണ്ട ഇവിടെ ഭയങ്കര തിരക്ക്, നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ വീണ്ടും വണ്ടി വിട്ടു. നമ്മൾ പോയി നമ്മൾ വേളി ഭാഗത്തോട്ടാണ് പോയി. പക്ഷേ ആ ഫസ്റ്റ് കണ്ട ചർച്ചില്ലേ, അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമായി, എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാര്യം ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്, ലൈറ്റ് കൊണ്ടൊരു കളി തന്നെ. കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു നൈറ്റ്. ഈ ലൈറ്റും നമ്മുടെ ആ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നല്ല കണ്ടില്ലേ, നല്ല രസം. ആ ഉണ്ണിയേശു ഇങ്ങനെ നിൽക്കുന്നത് കാണാനും അവിടുത്തെ സ്റ്റാറൊക്കെ അതൊക്കെ കണ്ടു. ജസ്റ്റ് ഇങ്ങനെ ഇവമോനെല്ലാം കാണിച്ചു കൊടുത്തു. അവിടെ ഫുള്ള് കുഞ്ഞു ചർച്ചും കണ്ടില്ലേ, അടുത്ത ചർച്ച്. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ചർച്ച് കണ്ടു. ഇങ്ങനെ ഈ ചർച്ചും പിന്നെ കുറേ സ്റ്റാർസും കുറേ ലൈറ്റും പല ലൈറ്റ്. ഇതാണെങ്കിൽ ഒരു വീട്ടിൽ ഇങ്ങനെ ലൈറ്റുള്ളത് നല്ല ഇഷ്ടപ്പെട്ടു. അതാ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ വീണ്ടും പോയി. പിന്നെ ബ്ലോക്കായിരുന്നു കേട്ടോ. മീൻസ് ആ ഒരു വെട്ടുകാട് നമ്മുടെ ചർച്ച് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക്. കാര്യം വേറൊന്നുമല്ല, കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പോയവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ഫുൾ തിരക്കായിരുന്നു. പക്ഷെ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു വൈബായിരുന്നു നൈറ്റ്. ഒത്തിരി പേര്. നമുക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞാലേ ഈ ഒരു മാസം, അതായത് ഡിസംബർ 25 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഡേ ആണ്. അതായത് നമ്മുടെ ക്രിസ്മസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല, ഭയങ്കര ഒരു. എനിക്കാണെങ്കിൽ എല്ലാ തവണ ഈ വെട്ടുകാട് വേളി ഈ ഒരു ചർച്ചിൽ പറഞ്ഞ കാര്യം നല്ല രസമാണ് കേട്ടോ. ഒരുപാട് കുഞ്ഞു മക്കളും പാരൻസ് എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്ന ഒരു നല്ല രസം. കണ്ടില്ല, ഐ ലവ് വെട്ടുകാട് എന്നുകൊണ്ട് അവിടെ കുറേ ലൈറ്റിങ്. എല്ലായിടത്തും നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഞാനും ഇവമോനും കൂടി ഒത്തിരി ഫോട്ടോസ് എടുത്തു. പിന്നെ ഇക്കായുമായിട്ടൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ നിന്നെടുത്തു. ഈ ഒരു ലൈറ്റും കാര്യങ്ങളെന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുക, എൻ്റെ കുഞ്ഞാവ് ഓടി വന്നതാണ് കേട്ടോ. ഇവമോൻ ഓടി വന്നതാണ്. പിന്നെ വീണ്ടും നമ്മൾ ഈ ലൈറ്റ്സൊക്കെ കണ്ടു. ഞാൻ ഇവമോൻ അതിനകത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാര്യം മിക്ക ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തു തരാം, നല്ല ലൈറ്റും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഇവമോൻ നോക്കുന്നുണ്ടോ, ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു നൈറ്റാണെങ്കിലും നല്ലൊരു ആംബിയൻസും നല്ലൊരു. ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു മുഷിപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഹാപ്പിനെസ് മാത്രമാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഒത്തിരി വിഷമങ്ങൾക്കിടയിലും ഒരുപാട് പ്രതിസന്ധികളുടെ ഇടയിലും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും കിട്ടുന്ന ഇതുപോലെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നമ്മളാകെ ആഘോഷിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഓണം, ഒന്ന് ക്രിസ്മസ്, പിന്നെ ഒന്ന് എന്താണ് ഈ ന്യൂ ഇയർ. ഈ മൂന്നുമാണ് മിക്ക ആൾക്കാരും ആഘോഷിക്കുന്നതും ഇതുപോലെ യാത്ര ചെയ്യുന്നതും ഒക്കെ. പിന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുത്തു തരാൻ തന്നെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഇത് കണ്ടില്ലേ, നമ്മളെ വെട്ടുകാട് വേളി ചർച്ച കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ആഹാ, അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ എല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുക്കുവാണ്. എനിക്ക് ആ പള്ളിയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് ഞാൻ ഇങ്ങനെ അതിൽ തന്നെ സൂം ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ഗോപുരം കണ്ടില്ല, ഇത് ഫുൾ ലൈറ്റ്. അതിൻ്റെ മുകളിലൊരു ഗ്രീൻ കളർ ഒരു സ്റ്റാറുണ്ട്. പിന്നെ ഇതോ അവിടെ അങ്ങോട്ട് കുറേ പച്ച ലൈറ്റുകൾ. പിന്നെ ഇവിടെ കുറേ ഒരുപാട് ആൾക്കാർ അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ഇത് 2024 എന്ന് പറയുന്നൊരു ലൈറ്റാണ്. ഇതിനകത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയാണ്. ഞാൻ അതിനകത്ത് നിന്നു, ഞാനും വാവയും നിന്നു, ഞാനും ഇക്കായി നിന്നു, നമ്മളെ കുഞ്ഞുവാവയും വെച്ചിട്ടൊക്കെ നിന്നു. ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇവിടെ നിന്നു. ഒത്തിരി ഇഷ്ടമായി. ഇത് 2024 വെച്ചാൽ അവിടെ 2025 വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇല്ല, 2024 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കുഞ്ഞാവയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം കടയിലോട്ട് പോകുന്നതാണ്. അവിടെ പതിവ് പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ചോക്ലേറ്റ് കോൺ ഐസ്ക്രീമാണ് പറഞ്ഞത്. എനിക്കത് പറഞ്ഞ് വാങ്ങിക്കുന്നു. അവരോട് ഒരുപാട് തിരക്ക്. പിന്നെ ഇതിൻ്റെ ഈ സംഭവം വാങ്ങിച്ചു കേട്ടോ. പക്ഷേ സംഭവം വാങ്ങിച്ചെങ്കിലും കുറച്ച് നേരം അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ അത് ഇവാമോൻ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചായിരുന്നു കേട്ടോ. അത് പോയി. പിന്നെ അവൻ ബഹളം വെച്ചത് കൊണ്ട് മാത്രം അത് വാങ്ങിച്ചു കൊടുത്തില്ല, ഇല്ലെങ്കിൽ വാങ്ങിക്കത്തില്ലായിരുന്നു. വേണം എന്ന് പറഞ്ഞ് ഇതാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ വാങ്ങിച്ചു കൊടുക്കാം, അങ്ങനെ വാങ്ങിച്ചതാണ്. നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവരും സ്ട്രോബെറി ഐക്കോൺ
വാനില ഐക്കോണിനൊക്കെ കോൺ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നിൽക്കുവാണ്. പിന്നെ ഒരുപാട് പിള്ളേർ പൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾ ഈ തലയിൽ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങളിങ്ങനെ തലയിൽ എന്താണ് ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ നടന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ കടൽ തീരത്തിൻ്റെ അടുത്തായിട്ട് എന്താണ് വടംവലി മത്സരം നടക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഇതാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ തലയിൽ ഇരിക്കുന്നുണ്ട് ലൈറ്റ് ഇങ്ങനെ കത്തി കത്തി കത്തി. അത് ഒത്തിരി പേരുടെ തലയിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് പുതിയ എന്തോ ആണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് വടംവലി മത്സരമാണ്. ഭയങ്കരമായിട്ട് അവരിങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ജയിക്കണം, ആൻ്റണി ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എൻകറേജും കാര്യങ്ങളും. നമ്മൾ കുറച്ച് നേരം നിന്നു കേട്ടോ, പക്ഷേ ഇങ്ങനെ അനങ്ങുന്നില്ല, രണ്ട് കൂട്ടരും വിട്ടു കൊടുക്കുന്നില്ല. എല്ലാവരും മണ്ണിലിങ്ങനെ പൂന്തി ഇങ്ങനെ മണ്ണിലിങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇറുക്കി വെച്ച് എല്ലാവരും ഓരോ മണ്ണ് സെറ്റാക്കി അതിനകത്ത് കിടക്കുവാണ് കേട്ടോ. പിന്നെ ഇത് ഇത്രയും കാണികളാണ് കേട്ടോ. ഇത് ഇത്രയും പേരും അവിടുത്തെ ഈ ഒരു വടംവലി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മുകളിൽ കൂടെ ഒരുപാട് എയ്റോപ്ലെയിൻസ് പോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇവമോന് കാണിച്ചു കൊടുത്ത്. ഇത് നമ്മൾ വാങ്ങിച്ചതാണ്, പക്ഷേ ഇതെന്താ ചെയ്യുക, ഇത് പൊട്ടിപ്പോയി കേട്ടോ. ഇത് സംഭവം പൊട്ടിയായിരുന്നു. ഇവമോന് ഒത്തിരി ഇഷ്ടമായി ഈ സംഭവം, പക്ഷേ എന്താ ചെയ്യാൻ പെട്ടെന്ന് പൊട്ടിപ്പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് പിന്നെ നമ്മൾ അവിടെ കടലിലൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോസായിട്ടാണ് എടുത്തത്, അതാ കിട്ടാത്തത്. പിന്നെ നമ്മൾ ശംഖുമുഖത്ത് തിരിച്ചു വന്നപ്പോൾ ഒന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവനെ വേളിയിൽ നമ്മൾ താഴെ ഇറക്കിയില്ലായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടിക്കളിക്കണം, ഒന്ന് തുള്ളിച്ചാടി നടക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ശംഖുമുഖത്ത് വന്നതിന് ശേഷം അവിടെ അങ്ങ് അവനെ വിട്ടു. പോയി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. അവനാണെങ്കിലോ വിട്ട പാടെ ഒരു ഓട്ടമാണ് അങ്ങോട്ട്, എങ്ങാണ്ടെന്നില്ലാതെ ഓടുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ അവനെ വലിച്ച് ഒരിടത്ത് വന്നു ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് വന്നു. നമ്മൾ ചപ്പാത്തിയും നല്ല ചുട്ട കോഴിയായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. നല്ല ചപ്പാത്തി, അൺലിമിറ്റഡ് ചപ്പാത്തിയാണ് കേട്ടോ. നല്ല മയണൈസും ഒരു സലാഡൊക്കെ കൂട്ടിയിട്ട് ഞാനും എൻ്റെ മോനും ഇക്കായുമായിട്ട് കഴിച്ചു. പിന്നെ അവിടെ വെള്ളത്തിന് പകരം കൊണ്ടുവരുന്ന ലെമൺ ജ്യൂസാണ് കേട്ടോ. പക്ഷേ അത് നല്ല ഒരു രക്ഷയില്ല. ലെമൺ ജ്യൂസിന് ഞാനും എൻ്റെ ഇക്കായും മോനും കൂടെ ഒരു 3-4 ഗ്ലാസ് കുടിച്ചാണ്, 4-5 ഗ്ലാസ് കുടിച്ചാണ്. ഇത് ഞാൻ ചിക്കൻ കഴിക്കുന്ന വീഡിയോയാണ്. അത് സംഭവം കണ്ടില്ലേ, നിങ്ങൾ കണ്ട ചിക്കൻ്റെ കോലമായത്. ഇത് ഞാൻ എന്ത് ഇക്കാണെന്നും കൂടെ ഞാൻ കഴിക്കുന്നതായി കാണുന്നത്. അല്ല, എൻ്റെ കുഞ്ഞാവയ്ക്ക് കൊടുത്തായിരുന്നു. അവൻ ഇങ്ങനെ അതും വെച്ചിരിക്കുന്നു, കണ്ടില്ലേ ഗേസ്. അവനിങ്ങനെ മയോണൈസ് ജസ്റ്റ് തൊടുന്നു, വായിൽ വയ്ക്കുന്നു. അങ്ങനെ ഭാഗ്യത്തിന് വണ്ടിയിൽ കയറുമ്പോൾ ചെറിയൊരു കരച്ചിൽ അത്രയേ ഉള്ളൂ, പിന്നെ വേറെ കുഴപ്പമില്ല. പിന്നെ ഇത് അവിടുത്തെ ഒരു ആർട്ടും കാര്യങ്ങളുമാണ് ആ ഹോട്ടലിലൊക്കെ. എനിക്കിഷ്ടമായി കേട്ടോ, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ സെറ്റായി. എന്ത് പറയാൻ, ഒക്കെ ആയി. ജിബിലാനി റെസ്റ്റോറൻറ്റ് അവിടെയാണ് കേട്ടോ. നമ്മുടെ ഇത് എവിടെ സ്ഥലമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ എന്തായാലും ഫുഡ് സൂപ്പറായിരുന്നു. അൺലിമിറ്റഡ് ചപ്പാത്തി ആണെങ്കിലും നമ്മുടെ ഈ ചുട്ട കോഴിയാണെങ്കിലും സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. ഞാൻ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. എന്താണെന്നില്ലാത്ത മനസ്സിനൊരു സന്തോഷമായിരുന്നു. എത്രയോ നാളിന് ശേഷം ഞാനും വാവയുമായിട്ടൊന്ന് പുറം ലോകം കാണുന്നതാണ്. എത്രയോ ദിവസമായി നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടൊക്കെ. അതൊരു ക്രിസ്മസ് വരേണ്ടി വന്നു, അതിനൊരു ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.